എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മുടെ കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു, 20 ദിവസമായി. ഇപ്പം നമ്മൾ വെളുപ്പിന് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയപ്പം ഇപ്പോൾ പമ്പിലാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ പമ്പിൽ ഭയങ്കര വെട്ടമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചുറ്റിനും മറ്റേ തോർത്തൊക്കെ വാരി വെച്ച് അത് കഴിഞ്ഞപ്പോൾ വെയിലും തുടങ്ങി. രാവിലെ നല്ല വെയിലുവാ. 6 മണി ആയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വെയില്. നമ്മളൊക്കെ അവിടെ ഒരു 8:30-9 ആകുമ്പോൾ ഉള്ള വെയിലില്ലേ, ആ വെയിൽ 6 മണിക്ക്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഫ്രഷായി പതുക്കെ ഇങ്ങനെ എടുത്തു പോന്നു. നമ്മുടെ കാഠ്മണ്ഡു യാത്രയിൽ നമ്മളിപ്പം ഉത്തർപ്രദേശിലാണുള്ളത്. ഉത്തർപ്രദേശിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഉത്തർപ്രദേശിൽ കയറിയതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയും ബോർഡറിൽ ചെല്ലണം. ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ അതിനുള്ള ദൂരമേ ഉള്ളൂ, 10-300 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം വൈകുന്നേരത്തേക്ക് ബോർഡറിൽ ചെല്ലാം. വൈകുന്നേരം ചെന്നാലും ഒന്ന് അവിടെ കിടന്ന് പിന്നെ നാളെ കഴിഞ്ഞൊക്കെ കൊണ്ടുപോയി പേപ്പർ വർക്കൊക്കെ ആവുള്ളായിരിക്കും. അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. എനിക്കാണ് ഇന്നലെ അങ്ങോട്ട് ഉറക്കം ശരിയല്ല കേട്ടോ, കണ്ണൊക്കെ വേദന എടുക്കുന്നു. രാത്രി എന്നെ കൊതുകുത്തി. അതാ കൊതുക് അവിടെ എന്നാ കൊതുകായിരുന്നു. ആ ഡോറ് തുറന്നാൽ അന്നേരം അത് കയറും. അജാംഘട്ട് പോയാൽ നമ്മൾ പോകണ്ട കേട്ടോ. അയോധ്യ 218 കിലോമീറ്റർ. അപ്പോൾ പുത്തേ ട്രാവലോൻ്റെ കോട്ടയത്ത് നിന്നും കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പോൾ ഈ തവണ നമ്മൾ ചിക്മംഗ്ലൂരിൽ നിന്നും വുഡൻ പാനൽ, ഫ്ലോറിങ്ങിനുള്ള വുഡൻ പാനലുമായിട്ടാണ് നേപ്പാളിൽ പോകുന്നത്. നേപ്പാളിലെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക്. അപ്പോൾ നമുക്ക് ഇത്തവണ പിന്നെ നേപ്പാളിനകത്തോട് 300 കിലോമീറ്റർ മിച്ചം ഓടാനുണ്ട്. എന്താ വഴി ബ്ലോക്ക് ചെയ്തേക്കാണല്ലോ. അപ്പോൾ ഇത് പാലവര് സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകാനാണെന്ന് തോന്നുന്നു. 1 ലിറ്റർ പാൽ മേടിച്ചേക്കാം. ഇത് പാത്രമെല്ലാം ചാക്ക് വെച്ച് നനച്ച് കെട്ടി വെച്ചേക്കുക. ചൂടാകാതിരിക്കാനാ ചാക്ക് നനച്ച് വെച്ചേക്കുക. 1/2 ലിറ്റർ മതിയായിരുന്നു അല്ലേ? 1/2 ലിറ്റർ മതിയായിരുന്നു. ഞാൻ 1 ലിറ്റർ എന്ന് പറഞ്ഞു. ഇതെന്നാ സാധനം ഇവിടെ ഈ പുള്ളി കറക്കുന്നത്? ജ്യൂസ് ഉണ്ടാക്കുവാണോ? ഞാനൊന്ന് നോക്കാം. അതെ, നാരങ്ങ വെള്ളോ അതിനകത്ത് വേറെ ഇതുണ്ടോ? ഈ മറ്റേ ഇതെന്നാ പറയുന്നത്? ചിയാസീഡാ. അതെല്ലാം കൊണ്ട് ഇട്ടിട്ടുള്ള ഇതിനകത്ത് ഐസായിട്ടേക്ക് വന്നു തോന്നുന്നു. അതല്ലേ, അതാ സാധനം. ബർഫ് എന്നല്ലേ പറഞ്ഞേ? അതെ ഐസാ. ബൈപ്പാസ് പണി തീർന്നില്ലെന്ന് തോന്നുന്നു. അത് പണി തീരാഞ്ഞിട്ടാണോ? പക്ഷേ ബ്ലോക്ക് ചെയ്തേക്കാം. ഇവിടുന്ന് കാണുമ്പോൾ വഴി ഫുള്ള് പണി തീർന്ന പോലെ. ഇതുണ്ടോ മണൽ കൊണ്ട് ഇറക്കുന്നുണ്ടോ? നല്ല കളറാ മണലിന്. ശരിക്കും ഇതുപോലെ പഴയ റോഡിൽ കൂടെ പോകുമ്പം നമുക്ക് അവിടുത്തെ ജീവിത രീതിയും കാഴ്ചകളും ഒക്കെ കാണാം. കടകളും ഓരോ ഐറ്റം സാധനങ്ങളും ഒക്കെ കാണാം. പക്ഷേ ഹൈവേ കൂടെ പോയാൽ ഒന്നുമില്ല കാഴ്ചകൾ. 2 സൈഡും കുറെ കൃഷിസ്ഥലം മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. പഴയ പാത്രങ്ങളൊക്കെ കണ്ടോ? പഴയതല്ല, പുതിയത്. കുറ്റി മറ്റേ പെട്ടി. ഇവിടെ ഇടിഞ്ചക്ക ഇരിക്കുന്നു, കുഞ്ഞിടിഞ്ചക്ക. അതെ, ഇടിഞ്ചക്ക ആകാറായില്ലല്ലോ. ഇടിഞ്ചക്ക ഇവര് കറി വെച്ച കഴിക്കുന്നത്. അതായത് മിക്കവാറും യുപിക്കൊക്കെ നമ്മുടെ അവിടുന്ന് ചക്ക ലോഡുണ്ട്. ഞാൻ ആദ്യം യുപിക്ക് വരുന്നത് ഞാൻ എൻ്റെ ആവശ്യം കൂടെ 2004 ഇടിഞ്ചക്ക ലോഡ് ഇട്ടാവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇടിഞ്ചക്ക ലോഡ് കയറ്റിയാ വരുന്നത് 6 വീല് വണ്ടിയിൽ. അല്ല, ഈ ബസ്സെല്ലാം പ്രൈവറ്റ് ബസ്സാണ്. ഏതൊക്കെ അത്ര ചെറിയൊരു ടൗൺ ആയിരുന്നത്. അത് കഴിഞ്ഞു. എനിക്ക് ചാണകവരലി എന്തോരം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ആ പറമ്പിലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒത്തിരി വർഷം പഴക്കമുള്ള വീടുകളാണ്. കട്ട പെറുക്കി വെച്ചേക്കാന്ന് തോന്നുമല്ലോ അല്ലേ? എല്ലാം ചുടുകട്ടയിലാണ് വീട് പണിയുന്നത്. അതുകൊണ്ട് തന്നെ കട്ടക്കളങ്ങൾ ഒരുപാടുണ്ട്. ഇതുണ്ട് കടുക് വെട്ടിക്കൂട്ടിയേക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഏകദേശം 25 കോടി ജനങ്ങളുണ്ട്. അയ്യോ, 25 കോടി ജനങ്ങളുണ്ടല്ലേ? ഉണ്ട്. കേരളമായിട്ട് താരതമ്യം ചെയ്താലേ നമുക്ക് 4 കോടി അല്ലേ? 4 കോടിയല്ലേ ഉള്ളൂ കേരളത്തിലെ ജനസംഖ്യ. അതിന്റെ എത്ര ഇരട്ടിയാ? ഉത്തർപ്രദേശ് വലിയൊരു സ്റ്റേറ്റും കൂടെ. വലിയ സ്റ്റേറ്റുവാ. പക്ഷെ ആ സ്റ്റേറ്റിൽ ഉൾക്കൊള്ളാവുന്നതിൽ അധികം ആൾക്കാരുണ്ട് ഇവിടെ. പറഞ്ഞ കേരളത്തിൽ 4 കോടി ഇല്ലെന്ന് തോന്നുന്നു. 3-3.5 കോടി ജനങ്ങളെ ഉണ്ടാവും. 3.5 കോടിക്ക് മേളിൽ കാണും. 4 ലൈനൊക്കെ തീർന്നാ. 4 ലൈൻ ഇനി അങ്ങോട്ട് ചെന്ന് ചേരുവെന്ന് അറിയത്തില്ലല്ലോ. ഗംഗാനദിയുടെ കൈവഴിയായ ഗോമതി നദി ഒഴുകുന്നത്. അത് പഴയ പാലമായിരുന്നു, നല്ലൊരു പാലം.
പക്ഷെ ഇപ്പം അത് ഉപയോഗിക്കുന്നില്ല. ആ നദിയിലൂടെ നോക്കിയേ, പായല് കണ്ടോ? ഉം. പോളയാണോ? പോളയാ കേട്ടോ. താഴെ ഒരു വള്ളം. മണല് വാരുന്നുണ്ടെന്നോ? ആ മണല് വരുന്നുണ്ടാവും. ഉത്തർപ്രദേശ് 8 അയൽ സംസ്ഥാനങ്ങളും ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. 8 അയൽ സംസ്ഥാനങ്ങൾ. അത് ഉത്തർപ്രദേശിന് മാത്രമേ കാണുള്ളൂ ഇത്രയും. അത്രേ ഉള്ളെന്ന് തോന്നുന്നു. അതെ അതെ. ഡൽഹിയാണ് യൂണിയൻ ടെറിട്ടറി. പിന്നെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, അങ്ങനെ 8 അയൽ സംസ്ഥാനങ്ങളും. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. ഇതെല്ലാം കഴിക്കണ്ട, എവിടെയെങ്കിലും നിർത്ത്. ഇവിടെ എവിടെ നിർത്തും? ഇനിയിപ്പോൾ ഈ വഴിയിൽ നിന്ന് മാറി വീതികളെടുത്ത് എന്നാലും നിർത്താൻ പറ്റുള്ളൂ. ഇവിടെ ചെറിയ ബ്ലോക്കാണെന്ന് തോന്നുന്നല്ലോ. ഓ ബ്ലോക്കില്ല, വണ്ടി പോകുന്നുണ്ട്. പതുക്കെ പതുക്കെ നീങ്ങുന്നുള്ളൂ. ഈ പിള്ളേർ കൂടിനകത്ത് കട്ട് ചെയ്ത് പിടിച്ചേക്കുന്നേ. ആ മുമ്പേ നമ്മൾ കണ്ടില്ല, ഫ്രൂട്ട്സ് കടയിലിരിക്കുന്ന ഒരു വഴുതനങ്ങ പോലെ നീളത്തിലിരിക്കുന്നേ. അതാന്ന് തോന്നുന്നു. അത് കട്ട് ചെയ്ത് വെറുതെ കഴിക്കുന്ന, ഇങ്ങനെ കുക്കുംബറൊക്കെ കഴിക്കുന്ന പോലെ. എന്തോ ഒരു കുറ്റിയും പെട്ടി വന്നു നോക്കി. കുറ്റിയില് ധാന്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന പെട്ടിക്കകത്ത് തുണിയൊക്കെ വെക്കും. നമ്മുടെ ഇവിടുത്തെ പോലെ അലമാരയുടെ ഒന്നും ആവശ്യമില്ല. ഇല്ല, ഇവരൊക്കെ അതിൽ ഒത്തിരി പുറകിലാണ് ഇപ്പം ജീവിക്കുന്നത്. അതിപ്പോ ഈ രാജസ്ഥാൻ എന്നാലും എല്ലായിടത്തും ഈ ഗ്രാമങ്ങളിലുള്ളവരൊക്കെ അങ്ങനെയല്ലേ? എല്ലാരും അങ്ങനെ തന്നെയാ. ഈ പോന്ന അതെ മെറ്റലും മണലും. ഈ പോന്ന ട്രെയിലറെല്ലാം ഇതായിരിക്കും, മെറ്റലും മണലുമാ കൂടുതലും. ഫ്രണ്ടിലെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്, അതിന്റെ ബ്ലോക്ക് ആയിരുന്നു. ആ അവിടുത്തെ ബ്ലോക്കാ. നോക്കിയാ ട്രെയിലറുകൾ തന്നെയാണല്ലോ. അപ്പൊ ആ ബൈപ്പാസ് വരുമ്പോ ഇതെല്ലാം ഒഴിവാകും, ലോറികളെല്ലാം അതിലേ പോകും. നമ്മൾ ഉദ്ദേശിച്ച സമയത്തൊന്നും ബോർഡറിൽ ചെല്ലുമെന്ന് തോന്നുന്നില്ല, വൈകുന്നേരം ലേറ്റ് ആവും. നോക്കാം. ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകളായിരിക്കും. എല്ലാ വീട്ടിലും പശുക്കളും എരുമകളും ഉണ്ട്. പക്ഷെ ഈ ഭാഗത്തെ പശുക്കളെക്കാട്ടി കൂടുതൽ എരുമയുള്ള. നമ്മളെ മധ്യപ്രദേശിൽ കൂടെ വന്ന പോലത്തെ വീടുകളല്ലല്ലോ ഇവിടത്തെയൊക്കെ. ഇവിടെ എല്ലാം ചുടുകട്ട കെട്ടിയ വീടുകളാണ് കൂടുതലും. പിന്നെ കുറെ വാർത്തേക്കുന്ന വീടുകളാണ് കൂടുതലും അല്ലേ? എന്ത് മെറ്റൽ വണ്ടികളാണ് കിടക്കുന്നത്. നീ രാവിലെ തൊട്ട് തന്നെ ഇന്ന് കാണുന്നത് അല്ലേ? എല്ലാം വണ്ടിയിലും മെറ്റലും മണലുമാണ്. രാവിലെ നമ്മള് വണ്ടി ഒതുക്കിയ പമ്പിലും ഇഷ്ടം പോലെ വണ്ടി ഉണ്ടായിരുന്നു. ടിപ്പർ. ഗോരഖ്പൂർ 153 കിലോമീറ്റർ. ഗോരഖ്പൂർ പോയി വേണം നമുക്ക് പോകാൻ. അജാംഘട്ട് 58 കിലോമീറ്റർ. മണൽ ഇറക്കിയിട്ടേക്കുന്നുണ്ടോ? നല്ല അടിപൊളി മണല്. ഉത്തർപ്രദേശ് പരിവാഹൻ നിഗം. ഇതൊക്കെ ചെറിയ ചെറിയ കടകളാണ് എല്ലാം. ഇവിടെ ഡ്രൈവർ എവിടെയെങ്കിലും വണ്ടി ഒതുക്കണം കേട്ടോ, ഇടകളുടെ അടുത്ത്. വിശക്കാണ്. എനിക്കും ഒതുക്കാൻ താല്പര്യമുണ്ട്, ഇവിടെ ഒന്നും സ്ഥലമില്ല. അപ്പൊ ഇതേ സൈഡിൽ ഒരിടത്ത് ഒതുക്കി. അപ്പൊ ഇന്നെന്താ കഴിക്കാൻ? ഇന്ന് പുട്ട് വല്ലതും ഉണ്ടാക്കി തരാം. ഇതേ പഴം ഇരിപ്പുണ്ട്. പിന്നെ പഴവോ ഉപ്പുമാവോ? പിന്നെ പഴയ കഞ്ഞിയുണ്ട്. കഞ്ഞി ഉച്ചയ്ക്ക് കുടിച്ചാ പോരെ? അല്ല നിങ്ങക്ക് വേണമെങ്കിൽ കഞ്ഞി കുടിച്ചോ. കഞ്ഞി ഉച്ചക്കത്തേക്കുള്ള ഉണ്ടോ? അതെ, കുറച്ച് കഞ്ഞിയേ ഉള്ളൂ. ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് ഫുള്ള് പാലിലുള്ള പരിപാടിയാണ്. 1 ലിറ്റർ പാൽ രാവിലെ കിട്ടിയോണ്ട് പാല് കൊണ്ടുള്ള പരിപാടിയായിരുന്നു. ഇതും പാല്. ഇത് ഇപ്പൊ കാച്ചി ഇങ്ങോട്ട് കുറച്ച് വെക്കണം. നമുക്ക് വൈകുന്നേരം ചായ എടുക്കാം. അപ്പോൾ അത് തണുപ്പിച്ചെടുത്ത് ഒരു പാത്രത്തിലിട്ട് അടച്ച് വെക്കണം. ഇതിപ്പോൾ ഇച്ചിരി ഓട്സ് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ പാല് തിളച്ചതിനകത്ത് ഓട്സ് ഇട്ടു, ലേശം പഞ്ചസാര ഇട്ടു. ഇനിയിപ്പോൾ സീഡ്സ് എല്ലാം കൂടെ എന്താ ഇച്ചിരി വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതും കൂടെ ഇടാം. ഇച്ചിരി കൂടിപ്പോയോ? സീഡ്സ് അല്ലേ, നല്ലതല്ലേ അല്ലേ? അതിന് മിണ്ടാത്ത നല്ലതാണെന്ന് പറഞ്ഞിട്ട്. നല്ലതല്ലേന്ന് വെച്ചാൽ അതന്നെ. അതെ, ഒരാൾ ഇതിനൊന്നും വെയിറ്റ് ചെയ്യാതാണ്ട് പഴയ കഞ്ഞി എടുത്ത് കഞ്ഞി അച്ചാറും. ചുമയാകുമ്പോ ഇത് കഴിക്കുന്നതായിരുന്നു നല്ലതല്ലേ? തണുത്ത കഞ്ഞി കഴിച്ചാൽ അതൊന്നും അല്ല, കഞ്ഞി അച്ചാറുള്ളതല്ല. ഇത് ഇഷ്ടമില്ല, അതാ കാര്യം. റെഡിയായി കേട്ടോ. അതെയോ? ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇതൊക്കെയാണ് എളുപ്പമുണ്ട്. അതെ, കാണാൻ തന്നെ ഒരു ഭംഗിയില്ല. അതെ കാണാൻ തന്നെ ഭംഗി പോരല്ലോ. അതെ, അതിമനോഹരമായിരിക്കുന്നു അല്ലേ? അതിമനോഹരമായിരിക്കും. ഉച്ച വരെ വിശക്കില്ല, 1 മണി വരെ വിശക്കത്തില്ല. 1 മണി കഴിഞ്ഞാൽ വിശക്കില്ല. വെള്ളം ഒഴിച്ചെടുക്കുന്നതിലും പാലൂടെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അടുക്കള അടയ്ക്കാൻ പോവാം. ഞാൻ ഈ പട്ടിക്ക് കുറച്ച് പാലും കൊടുത്തു, കുറച്ച് റസ്ക്കും കൊടുത്തു. അതിൻ്റെ സ്നേഹം കണ്ടോ? അത് കഴിച്ചു കഴിഞ്ഞാൽ വന്ന് അത് ഈ ടയറിൻ്റെ ചുവട്ടിൽ അവിടെ കിടക്കുക. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം.
ഇതൊരു സ്കൂളാ. സൈക്കിൾ ഉണ്ടോ? എത്ര എണ്ണം നോക്കിയേ. പിള്ളേരെല്ലാം ഇവിടെ സൈക്കിളല്ല സ്കൂളിൽ വരുന്നേ. നമ്മുടെ അവിടെയാണ് സ്കൂൾ ബസ്സും ഓട്ടോയും വാനും സൈക്കിളിന് പോകുന്നവര് ഭയങ്കര കുറവാ. വളരെ കുറവാ. ഇവിടെ നിരപ്പ് റോഡായോണ്ട് സൈക്കിൾ നല്ലപോലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ അവിടെ അങ്ങനെ അല്ലല്ലോ. നമ്മുടെ തണ്ണീർമുക്കം, കുമരകം, ആലപ്പുഴ സൈഡിലൊക്കെ ഉണ്ട്. ആലപ്പുഴ സൈഡിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വളരെ കുറവാണ്. പിന്നെ ആലപ്പുഴ സൈഡാണ് കൂടുതലും സൈക്കിൾ ഉപയോഗിക്കുന്നത്. ഓ, ഇവിടെ സൈക്കിള് ഇരിക്കുന്ന വേണ്ടല്ലോ, സൈക്കിൾ വർക്ക്ഷോപ്പ് ഏരിയയും കൂടെ ഉണ്ട്. ആ കണ്ടോ എത്ര സൈക്കിളാണ് ഇരിക്കുന്നത്. ഇതൊരു ക്ഷേത്രം ഇവിടുത്തെ. ക്ഷേത്രത്തിലേക്ക് പോകുന്നവരാന്ന് തോന്നുന്നു. ആ ബസ്സിലല്ലേ? അല്ല, പിള്ളേരാണല്ലോ. അല്ല, അത് സ്കൂൾ ബസ്സാ. സ്കൂൾ ബസ്സാ. ഇതിലൊക്കെ സ്കൂൾ പിള്ളേരായിരിക്കും. ഇതേതാ വൺ ഡേ ട്രിപ്പാന്നേ? ആ, ചെറിയ പിക്നിക്കിന് പോകുന്നു. അല്ല, പിള്ളേരല്ലാതെ ഉണ്ട് കേട്ടോ. അല്ല, ഇതെല്ലാം പിള്ളേരാ. അത് പ്രായമായിരിക്കും, കൂടുതല് ടീച്ചേഴ്സും സ്റ്റാഫും എല്ലാം ആയിരിക്കും. എല്ലാം കടുക. പൂവൊക്കെ പോയി അങ്ങനെ ഉണങ്ങി നിക്കും അല്ലേ? വിളയാറായി. ഇത് ഗോതമ്പ്. ആ പച്ചപ്പില് നല്ല പൂവൊക്കെ ആയിട്ട് നിക്കുമ്പോ എന്നെ രസമാണ് കടുക. മഞ്ഞ പൂവുള്ളപ്പോ നല്ല രസമാണ്. ഇതെന്തോ ലൈറ്റിലോടാ. കണ്ടാ ഹെവിയാന്ന് തോന്നുന്നു, പക്ഷെ ലൈറ്റാ. അതെ. ആ ഇത് കണ്ടോ, ചെറിയ വീട്, മൺവീടാ. നല്ല ഉരുളക്കിഴങ്ങ വേണോ? ഉരുളക്കിഴങ്ങ്, സവോള, വെളുത്തുള്ളി. അതെല്ലേ മൈക്കേല് അനൗൺസ് ചെയ്തോണ്ടാ പോകുന്നേ. ആ ഇത് ഇവിടുന്ന് 4 ലൈനാ. അവര് ഇതിലെ എങ്ങോട്ട് മാറണമെന്ന് സംശയിച്ചിരിക്കുക. DPS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എന്നാ ലോഡാ പോകുന്നതെന്ന് നോക്കിയതല്ലേ. അത് കണ്ടോ, ആ പെട്ടിയുടെ മുകളിലേക്ക് പണിത് വെച്ചേക്കുന്നുണ്ടോ? ഒരു പെട്ടിയും കൂടെ പണിത് വെച്ചേക്കുക. ഇടയ്ക്ക് കുറച്ച് ദൂരെ പഴയ റോഡുണ്ടായിരുന്നുള്ളൂ, പിന്നെ 4 ലൈൻ. ഇത് ലാൽഗഞ്ച് എന്ന സ്ഥലമാണ്. ലാൽഗഞ്ച് ടൗണിലേക്ക് റൈറ്റിലേക്ക് പോകണം. ഇതെല്ലാം ബൈപ്പാസ്സാണ്. ഇത് നമുക്ക് നേരെ ഇങ്ങനെ പോയാൽ മതി ഹൈവേ കൂടെ. പുട്ടുണ്ടാക്കാത്തോണ്ടേ നമ്മുടെ റോബസ്റ്റാപ്പഴമൊക്കെ ഇരിക്കുന്നു. ഇത് കഴിച്ചു തീർക്കണം ഇനി. അതെ, ഓരോന്നെടുത്ത് കഴിച്ചോ. അല്ല, പുട്ടിനിയും ഉണ്ടാക്കാമല്ലോ. അന്നേരം പഴത്തിന്റെ അവസ്ഥ മോശമാവും. ഹൈവേ ഒക്കെ തൂത്ത് വൃത്തിയാക്കുന്നു. ഇവിടുത്തെ ട്രക്ക് പാർക്കിങ്ങാ, എല്ലാം പോയി കിടക്കാണല്ലോ. ഈ സൈഡിലും ഉണ്ട്, പക്ഷേ ബാക്കി ടോയ്ലറ്റും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ലോക്ക് ചെയ്തിട്ടേക്കുക. അതിനൊരു വ്യത്യാസവും ഇല്ല. കണ്ടില്ലേ, എല്ലാം ഉണ്ടാക്കി പൂട്ടി കെട്ടിയിട്ടേക്കുക. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. UP-യിലോട്ട് കയറിയ പിന്നീട് ഫുള്ള് നിരപ്പ് സ്ഥലാ. ഒരു ചെറിയൊരു കയറ്റം പോലും ഇല്ല, നിരപ്പാ മൊത്തം. മാന്തോപ്പുകൾ. UP-ന്ന് ഇഷ്ടംപോലെ മാങ്ങ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നുണ്ട്. നല്ല വലിയ മാവുകൾ. വലിയ മാവ് നമ്മുടെ തണലുണ്ട് നല്ല. ഓ, അതുവഴിയൊക്കെ ഗ്രാമത്തിലേക്ക് പോകാൻ വഴിയുണ്ടെന്ന്. ഇതെല്ലാം ഗ്രാമങ്ങളിലേക്ക് പോകുന്ന വഴികളാണ്. അതാ കുഞ്ഞു കുഞ്ഞു സിറ്റി വരുന്ന. അവിടുത്തെ തിരക്കാ, വണ്ടികളെല്ലാം പോയി. അതെ, രാവിലെ എന്നാന്ന് വെച്ചാൽ ഉറങ്ങിയ കിടന്നിട്ട് ഏറ്റ് വരുന്ന വണ്ടികള്, പിന്നെ ടിപ്പറുകാരൊക്കെ ലോഡ് കയറ്റാൻ വേണ്ടി വിട്ടു പോകുന്ന. ഇതിലെ കൂടുതലും ടിപ്പറുകാരില്ലേ ഓടുന്ന. ടിപ്പറല്ല, ട്രെയിലർ ടിപ്പർ. മുത്തേ, അത് കണ്ടോ 2 നീൽഗായ് നിൽക്കുന്നുണ്ടോ? ചുമ്മാ ഇങ്ങനെ പറമ്പിൽ നിൽക്കുന്ന. അതെ, നോക്കി. ഇത് രാജസ്ഥാനിൽ ഇതുപോലെ ഒരുപാടുണ്ട്. UP-ല് നമ്മൾ ഇന്നലെ കൊണ്ട വണ്ടി ഒതുക്കിയിട്ടില്ലേ, അവിടെ എല്ലാം മയില് കയറുന്ന സൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ എല്ലാം മയിലും എല്ലാം ഉണ്ടായിരുന്നു. അല്ലേ, ഇതൊന്നും ആരും ഉപദ്രവിക്കത്തൊന്നുമില്ല. ഇതിങ്ങനെ നടക്കും പറമ്പിൽ കൂടെ. ഗോതമ്പൊക്കെ കഴിച്ചിരിക്കും. അതെ, വനത്തിലെ പശു വർഗത്തിൽപ്പെട്ടതാണ് മ്ലാവ്. ആടിന്റെ തല പോലെ ഉണ്ട്. മാവോ കേഴയോ എന്തോ. ഇത് എന്നാന്ന് കറക്റ്റ്, ഇത് ഒരുപാട് ഇനം ഉണ്ടല്ലോ, അത് കറക്റ്റ് അറിയത്തില്ല. ഇവിടെ ഇതിനെ നീൽഗായ് എന്ന് പറയും. ഇവിടെ പിന്നെ വെള്ളത്തിനൊന്നും ക്ഷാമമില്ലെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അജാംഗഡായി ടൗണിലേക്ക് ഇത് റൈറ്റിലേക്ക് പോകും. ഇതെല്ലാം നൈറ്റ് സർവീസ് ബസ്സുകളാണ്. നല്ല ചാണകമല്ലേ? ചാണകം കത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഉണക്കി വെച്ചേക്കുന്നത്. അതുണ്ടോ എന്തായിരുന്നു? ശ്രീ ദുർഗാജി നഴ്സിംഗ് സ്കൂൾ. ലക്നൌവിനുള്ള എക്സ്പ്രസ് വേ അപ്പുറം ക്രോസ് ചെയ്യുന്നുണ്ട്. വെൽക്കം ടു പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ. അതായത് ലക്നൌവിനെയും ഗാസിപ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എക്സ്പ്രസ് വേ ആയത്. 6 ലൈൻ എക്സ്പ്രസ് വേ ആണ്. ഏകദേശം 340 കിലോമീറ്റർ നീളമുണ്ട് ഈ എക്സ്പ്രസ് വേക്ക്. ഇതുണ്ട്, ആ സൈഡിൽ മൊത്തം ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെയാണ്, പച്ചക്കറി കടകളാണ്. കടല അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. എല്ലാ കടകളും ഉണ്ട് കേട്ടോ. എല്ലാ ഹൈവേല, റോഡില്ല. 4 ലൈൻ റോഡാ, പക്ഷെ റോഡില്ല കച്ചവടക്കാർ മൊത്തം. വണ്ടി പോകാൻ 1 ലൈനേ ഇടയുള്ളൂ. ഇവിടെ ഇഷ്ടം പോലെ ഓട്ടോ ഉണ്ട് കേട്ടോ. ഇവിടെ കടയിലൊക്കെ ഓരോ ജിലേബിയും ലഡ്ഡു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ.
മെയിൻ റോഡാണല്ലോ. ആ, അത് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴിയാണ്. ഇതുണ്ടോ ഫ്രൂട്ട്സ് കട, നല്ല രസം. പോലീസ് ബാക്കി വായിക്കാൻ പറ്റില്ല. അതെ, ഇവിടെ ഡ്രസ്സും എല്ലാം ഉണ്ട്. ഡ്രസ് എല്ലാ സ്ഥലം ഒരു ചെറിയൊരു ടൗൺ ആണല്ലോ, അവിടെ എല്ലാ ഐറ്റം സാധനങ്ങളും കിട്ടും. അപ്പോഴേ ഇനി നമ്മളിത് ഗോരഖ്പൂർ ലെഫ്റ്റിലേക്ക് 5 കിലോമീറ്റർ കഴിയുമ്പോൾ ലക്നൗ റൂട്ടിൽ ലക്നൗ ഗോരഖ്പൂർ ഒക്കെ പോകുന്ന എക്സ്പ്രസ് വേ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ. അവിടുന്ന് നമുക്ക് എക്സ്പ്രസ് വേ കയറി വേണം പോകാൻ. നമുക്കേ ഈ എക്സ്പ്രസ് വേ കയറിയാണ് പോകണ്ടേ. ഇതാണ് പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ. നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്കാണ് പോകണ്ടേ. അപ്പോൾ അപ്പുറത്തോട് കയറി വരണം. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഗോരഖ്പൂർ ലക്നൗ ലെഫ്റ്റ്. അപ്പോൾ ഇതിലിങ്ങനെ കറങ്ങി ഹൈവേയിലേക്ക് കയറുക. അപ്പം നമുക്ക് ഗോരഖ്പൂർ ചെന്നിട്ട് വേണം പോകാൻ. അപ്പോൾ അങ്ങനെ കറങ്ങി നമ്മളിതേ മുകളിലെത്തി. ആദ്യം നമ്മൾ ടോള് കൊടുത്തിട്ട് വേണം എക്സ്പ്രസ്സിലേക്ക് കയറാൻ. ഈ ടോള് കഴിയുന്നിടത്ത് നിർത്തിയാണ് നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ എക്സ്പ്രസ് ഹൈവേ കയറി കഴിഞ്ഞാൽ ഫുഡ് നിർത്താനൊന്നും പറ്റില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഒന്ന് ടയറും ചെക്ക് ചെയ്യണം. അതുപോലെ വൈപ്പറിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. വിൻഷീൽഡ് വാഷർ തുറന്നാൽ മതി. തുറന്നു. അത് ഇച്ചിരി പൊക്കിയാലേ ഇടാൻ പറ്റുള്ളൂ. പൊക്കം പോരാ, കുറച്ച് പൊക്കിക്ക് കേട്ടോ. അതിലേക്ക് അവിടെ അല്ല, അവിടെ അത് ഇത് അവിടെ വെള്ളം കുറവായിരുന്നു തോന്നുന്നു കേട്ടോ. കുറവായിരുന്നു. അല്ല, വൈപ്പർ ഇടുമ്പോൾ വെള്ളം കുറഞ്ഞു, പവർ കുറഞ്ഞായിരുന്നു. ഇത് ടാങ്കിനകത്ത് 2 ലിറ്റർ മുകളിൽ കൊണ്ട് കൊള്ളും. നമ്മൾ അവിടെ നിന്ന് നിറച്ചാ, പിന്നെ നിറച്ചില്ല, വീട്ടിൽ നിന്ന് നിറച്ചല്ലായിരുന്നു. വെള്ളം വേണ്ട, വെള്ളം ഇതിൽ നിന്ന് എടുക്കാമല്ലോ. വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് അതിലോട്ട് വെയിറ്റ് ഉള്ളില്ല, അവിടെ കരിയത്തത്തിന് വെയിറ്റ് ഉണ്ട്. അത് നമുക്കേരേ ലോക്കായോന്നുള്ളേ. ആ സൈഡും ഈ സൈഡും. അല്ലല്ല, അങ്ങനല്ല, മുകളിൽ നിന്ന് നമുക്കിയാൽ മതി. അത് വീണ്ടും ലോക്ക് എടുക്കുകയല്ലേ? അങ്ങനെ അല്ലല്ല, ഞാൻ ഞെക്കിയല്ലേ അതിനകത്ത്. ചുമ്മാ നമുക്കിയാൽ മതി. അങ്ങനെ തന്നെ. ആയി ഈ സൈഡും. ആ സൈഡായി. ആ സൈഡ് പൊങ്ങുന്നില്ലായിരുന്നു അവിടെ നിന്ന് പിടിച്ചിട്ട്. അത് വലിക്കണ്ട, അങ്ങോട്ട് അമക്കിയാൽ മതി. അന്നേരം ഇനി അഥവാ ആയില്ലെങ്കിലും അങ്ങ് ആയിക്കോളും. ഇല്ല, ഇത് ലോക്കായി. കറക്റ്റാണ് ഞാൻ ചെയ്തു. ഡോണ്ട് മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ടയർ ഒക്കെ ഇട്ടുതരാം. ആ ടയറെ കല്ലൊന്നും ഇല്ല കണ്ടോ. ടയറെ കല്ലുണ്ട്. ഉണ്ട്, 1-2 ഒക്കെ ഉണ്ട്. അടിയിലുണ്ട്, അടിയിൽ ആ ടയറിൻ്റെ. ദൂരെ നിന്ന് നോക്കുന്നുണ്ടെല്ലാം കാണാം അല്ലേ. കുറച്ചു നേരം തേര് തെളിക്കുക. ആണോ? കോർ റെസ്റ്റിലാണോ? കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. അതെ, മെയിൻ ഡ്രൈവർ കുറേ നേരം കിടന്ന് ഉറങ്ങി. ഇപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ലക്നൗ, റൈറ്റിലേക്ക് ഗോരഖ്പൂർ. അങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ? ഉറക്കം കുഴപ്പമില്ലായിരുന്നു, നല്ലപോലെ ഒന്ന് ഉറങ്ങി. എന്നാന്നറിയത്തില്ല, ഇന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു, ഉറക്കം വരുമായിരുന്നു അങ്ങോട്ട്. അതെ, കാര്യം വണ്ടിയെ നമ്മൾ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞാലുവേ വീട്ടിൽ കിടക്കുന്ന പോലെ നല്ല നീണ്ടു തോർന്ന് കിടക്കാനുള്ള അതെ ആ കട്ടിലേക്ക് കിടക്കുന്ന ഒരു സുഖം ഇല്ലല്ലോ. ഇല്ല, ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ആ കട്ടിലേക്ക് കിടന്നാലേ നല്ലപോലെ ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അല്ല, പിന്നെ 2 പേരാണെങ്കിൽ കുഴപ്പമില്ല, 3 പേരുള്ളതുകൊണ്ടേ. നമ്മൾ ഇതുവരെ എക്സ്പ്രസ് വേയിലേക്ക് കയറിയില്ല. കടുകൊക്കെ ഇതേ കൊയ്ത് കൂട്ടി വെച്ചേക്കുന്നു. അങ്ങോട്ട് പോകുന്ന ലക്നൗ പോവും, നമ്മളിതേ ഇങ്ങോട്ട് ഗോരഖ്പൂർ. ഇതൊന്നും മനസ്സിലാവുമല്ലോ. അതെ, മൊത്തം വഴി അതിലേ നോക്കിയാലും ഒന്നും മനസ്സിലായില്ല. ഇപ്പം നമ്മൾ ഒന്ന് എക്സ്പ്രസ് വേ കയറി, പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേയിൽ. അതെ, 6 ലൈൻ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ 4 ലൈനേ ഉള്ളൂ കേട്ടോ. വെൽക്കം ടു ഗോരഖ്പൂർ ലിങ്ക് എക്സ്പ്രസ് വേ. അപ്പോൾ ഇത് പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേ അല്ലേ? അതെ, ഗോരഖ്പൂർ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ. അങ്ങനെ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ലിങ്ക് അതാ ഇത് 4 ലൈനായ, മറ്റേ 6 ലൈനാ. അത് ഞാൻ ഓർത്ത്. അതായത് ഗോരഖ്പൂറിന് ഈ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് റോഡാണിത്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്? ഗോരഖ്പൂറിന് 70 കിലോമീറ്റർ, 75 കിലോമീറ്റർ ആണ്. പൂർവാഞ്ചൽ ഹൈവേ 6 ലൈൻ അങ്ങോട്ട് ലക്നൗ പോകുന്ന റൂട്ടിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് 4 ലൈനേ ഉള്ളൂ. ഇതൊക്കെ 8 ലൈനൊക്കെ ആക്കാവുന്ന പോലെ പണിതേക്കുന്നത്. അതുണ്ട്, ഇടയ്ക്ക് സ്ഥലമുണ്ട്. പിന്നെ സർവീസ് റോഡുണ്ട് 2 ലൈന്. സ്പീഡ് ലിമിറ്റ് ട്രക്കിന് 80, ബസ്സിന് 100, കാറിന് 120. അതുണ്ടോ കട്ട, പച്ചക്കട്ട പിടിച്ച് വെച്ചേക്കുന്നുണ്ടോ, ഗോൾഡൻ കളറിൽ. ഇവിടുത്തെ മണ്ണിൻ്റെ കളറാണ് അത്.
മറ്റേ ഡെക്കാൻ ഭൂമിയിലൊക്കെ കറുത്ത കട്ടയില്ലായിരുന്നോ? അതെ, ഡെക്കാൻ പോയി. ആണെങ്കിലും ലാസ്റ്റ് വരുമ്പോ ഇത് ചുമന്നിരിക്കും. അതെ, ഗോതമ്പ് പാടം നോക്കി എന്ത് രസമാന്ന് നോക്കി, എന്തോരം സ്ഥലത്താ, കണ്ണെത്താ ദൂരത്തോളം. നമ്മള് രാജസ്ഥാൻ പോകാൻ വന്ന സമയത്ത് വഴി മൊത്തം കടുകായിരുന്നു. വഴി നിറച്ച് ഗോതമ്പാ. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒക്കെയാണ് കടുക് പൂത്ത് നിൽക്കുന്ന സമയം. ആ മഞ്ഞപ്പൂവിൽ നിൽക്കുന്ന സമയം. ആ, ഏപ്രിൽ മെയ് ആവുമ്പത്തേനും ഗോതമ്പെല്ലാം കൊയ്ത് തീരും. നീൽഗായി ആ സൈഡിലെല്ലാം നിപ്പുണ്ട് കേട്ടോ. ആ, ഇവിടെ ഇഷ്ടംപോലെ ഞങ്ങൾ കുറച്ച് മുമ്പ് 2 കണ്ടായിരുന്നു. ആ, അതുകൊണ്ടാ മണ്ണ് കയറ്റുന്ന അവിടെ. പിന്നെ പൊടിയാൻ നോക്കിയേ, നല്ല കാറ്റാ അതാ. ട്രാക്ടറിന് കയറ്റി വിടുക. അത് കട്ട ഉണ്ടാക്കാനായിരിക്കും ആ മണ്ണ് കൊണ്ടുപോകുന്നത്. ചാണകം കണ്ടോ ഉണക്കാൻ വെച്ചേക്കുന്നതിന്, ഉണക്കി. ഇവിടെയൊക്കെ ഗ്യാസിന് ചെറിയ ഷോർട്ടേജ് ഉണ്ട്. ഞങ്ങളവിടെ ഗ്യാസിന് ഇപ്പൊ എല്ലായിടത്തും ചെറുതായിട്ട് ഷോർട്ടേജ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇരിപ്പുണ്ടായിരുന്നില്ല, നമുക്ക് അധികം ഗ്യാസ് വേണ്ടല്ലോ. ഞങ്ങളവിടെ അടുക്കള തുറക്കാൻ വേണ്ടി നിർത്തിയപ്പോഴേ അതില് ഗ്യാസ് കുറ്റി ഇരിക്കുന്ന കണ്ടപ്പോ പുള്ളി വന്ന് ചോദിച്ചു എവിടെന്നാ ഗ്യാസ് കിട്ടിയെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അങ്ങനെ അധികം കിട്ടാനില്ല, അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഇപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇവിടെ പിന്നെ ഇഷ്ടം പോലെ മറ്റേ ഇതിന്റെ ഇതുണ്ടല്ലോ, ചാണകം, പിന്നെ കൽക്കരി ഇട്ട് കത്തിക്കും. കൽക്കരി കത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹോട്ടലുകളിലൊക്കെ എങ്ങനെ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന കാണത്തില്ല. അതുകൊണ്ട് ഇവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവുകയല്ല ഗ്യാസ് കിട്ടിയില്ല. നമ്മളെങ്ങോട്ടൊക്കെയാണ് കൂടുതൽ പ്രശ്നം. ടൗണിലൊക്കെ താമസിക്കുന്നവർക്കാ മെയിൻ പണി വരുന്നത്. അപ്പൊ ഞങ്ങള് ചോദിച്ചു ഡീസലിനൊക്കെ ഷോർട്ടേജ് ഉണ്ടോന്ന്. ഡീസലും പെട്രോളൊന്നും ഒരു കുഴപ്പമില്ല. അല്ല, ഡീസൽ നമ്മളിപ്പോ വന്ന വഴിക്കൊന്നും ഡീസലിന് അങ്ങനെ ഒരു ഷോർട്ടേജ് ഇല്ലോ, എല്ലായിടത്തും ഉണ്ട്. ബെൽഘാട്ട് 20, ഗോരഖ്പൂർ 66 നമ്മുടെ വണ്ടി നമ്പരാ. കടുകാണോ കൂട്ടി വെച്ചേക്കുന്നത്? കടുക് കൊയ്ത് വെച്ചേക്ക. അങ്ങനെയൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കടുക് കുറച്ച് പോത്തില്ലേ. ഒത്തിരി പൊട്ടി പോകുന്നതിന് മുമ്പേ അവരത് കൊയ്തെടുക്കും. പയറ് പോലെ തന്നെയാ, അതിനകത്താ. അതിന് ഉണങ്ങി കഴിയുമ്പം അതാ ഞാൻ ചോദിച്ച പയറ് പോലെ അതിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നില്ലേ, അത് പൊട്ടിയിട്ടില്ല. ഇല്ല, അത്രയും പൊട്ടി പോകുന്നതിന് മുമ്പേ അവരിപ്പം കൊയ്തെടുത്തല്ലോ. ഇനി അത് കൊണ്ടുപോയി മൊത്തം മെതിച്ചെടുക്കും. ഉണക്കിയിട്ടാ, കുറെ ദിവസം കഴിഞ്ഞിട്ടായി. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു പാലം കണ്ടോ, വീതി കുറഞ്ഞ പാലം. അത് പഴയ പാലമാണെന്ന് തോന്നുന്നു. അല്ല, അത് വേറെ ഏതോ ഹൈവേ ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് എവിടെ എവിടുന്ന് കാണുമ്പോ അത് ഒരു സൈഡ് താന്നിരിക്കുന്ന പോലൊക്കെ തൂണ് പോയ പോലെ തോന്നുന്നല്ലേ. ആ, അതാ പറഞ്ഞത് പഴയ പാലമാണെന്ന് എനിക്ക് തോന്നി കണ്ടിട്ട്. ഈ പാലത്തിന് 1 കിലോമീറ്റർ നീളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 1 കിലോമീറ്റർ ഒന്നും അല്ല, അത് കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പം ഘാഗ്ര നദിയാണ് ക്രോസ് ചെയ്യുന്നത്. ഈ നദിക്ക് ഏകദേശം 1000 കിലോമീറ്റർ നീളമുണ്ട്. ഓ, അത്രയും വലിയ നദിയാണോ? ആ, അത്രയും വലിയ നദിയാ. അത് തന്നെയല്ല, നേപ്പാളിലെ ഏറ്റവും വലിയ നദിയാണ് ഇത്. നേപ്പാളിൽ നിന്ന് ഒഴുകി ഇങ്ങോട്ട് വരുന്നതായിരിക്കും അല്ലേ? അതെ, നേപ്പാളിലും ഇന്ത്യയിലൂടെ ഈ നദി ഒഴുകുന്നത്. നേപ്പാളിൽ ഈ നദിയുടെ പേര് കർണാലി എന്നാണ്. ഈ ഘാഗ്ര നദി ടിബറ്റിലെ ഹിമാലയൻ മലകളിൽ നിന്ന് ഉത്ഭവിച്ച് നേപ്പാളിലൂടെ ഇന്ത്യയിലൂടെ ഒഴുകി ഇന്ത്യയിലെ ബീഹാറിൽ വെച്ചിട്ട് ഗംഗാനദിയുമായി ചേരുകയാണ് ചെയ്യുന്നത്. നല്ല പഞ്ചസാര മണൽ നോക്കിയേ. ഈ മണലിന്റെ കളറേ നമ്മളെ കാശ്മീരൊക്കെ ചെല്ലുന്ന, അതായത് ഹിമാലയത്തിലെ പാറയുടെയും മണ്ണിന്റെ ഒക്കെ കളറാ മണലിന്. കണ്ടപ്പോ ഞാൻ ഓർത്ത് നീലവെള്ളോ. ഓ, വലിയ നദി കേട്ടോ ഇത്. നല്ല വീതിയുണ്ട് ഈ നദിക്ക്. നല്ല വീതിയുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. 1.5 കിലോമീറ്റർ കാണുമായിരിക്കും. അതുകൊണ്ടോ ബോട്ട് കിടക്കുന്നുണ്ട്. ബോട്ടല്ല, ചെറിയ വള്ളമല്ലേ. അവിടെ എന്തൊക്കെയാ പണി നടക്കുന്നുണ്ട്. വേറെ പാലം ഇനിയും പണിയാനാണ്. ഈ നദി ഗംഗാനദിയുടെ പോഷക നദികളിലൊരു നദിയാണ്. പോഷക നദിയിലെ ഗംഗാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന നദി ഈ ഘാഗ്ര നദിയാണ്. ഇവിടെ എല്ലാം വലിയ പണികൾ നടക്കുന്നുണ്ട്. വേറെ പാലമാണോ എന്താന്ന് മനസ്സിലാകുന്നില്ല. എന്താ പണികൾ നടക്കുന്നുണ്ട്. പാലം തീർന്നിട്ട് നദിയുടെ വീതി തീർന്നില്ലല്ലോ. തീർന്നിട്ടില്ല. എന്നാ അടിപൊളി മണലാന്ന് നോക്കിയേ. ആ, നമ്മളെ മരുഭൂമിയിലൊക്കെ ചിലപ്പോൾ കാണുന്ന മണലില്ലേ, അതുപോലെ പൗഡർ മണല. തേക്കാൻ അരിക്കൊന്നും വേണ്ട, ചുമ്മാ കൊണ്ട് തേച്ചാൽ മതി. അതെ അതെ, അത് മഴക്കാലം ആകുമ്പോൾ നല്ല വെള്ളമായിരിക്കും ഇത് വഴി കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര വീതിയാണ്. ഇതുണ്ടോ, പാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരുപാട് 1/2 കിലോമീറ്റർ കൂടെ വീതിയുണ്ട്. അതുണ്ടോ ആ പുള്ളിക്കാരി ഉണ്ടോ, എന്താ പേറ്റുന്നുണ്ടോ, കടുക് പിന്നെ പേറ്റുവാന്ന് തോന്നുന്നു. ആ പൊടിയെല്ലാം അങ്ങ് പറന്നു പോകും. ഗോരഖ്പൂർ, ശങ്കർപൂർ, ബെൽഘാട്ട്. ഇതുണ്ടോ, ഇത് മറ്റേ നമ്മുടെ കച്ചയാന്ന് തോന്നുന്നു. ഇതിലോട് രാവിലെ തന്നെ ഹൈറ്റിലാണ് കയറ്റിയേക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതുവരെ വന്നുകൊണ്ടിരുന്ന ആ ഏരിയ പോലെ അല്ല ഇവിടെ. അല്ല, ഇവിടെ എല്ലാം കൃഷിയാണ്. മെയിനായിട്ടും ഗോതമ്പ്, കടുക്, പിന്നെ ഉണ്ട് തൂരപ്പരിപ്പുണ്ട് ഇടയ്ക്കൊക്കെ. കൂടുതലും ഗോതമ്പാട്ടോ. ഇടയ്ക്ക് ഈ നല്ല വഴിയൊക്കെ കുറച്ച് ഞാനും ഓടിക്കാം.
അത്ര ഓടിക്കണമെന്ന് നിർബന്ധമാണ് ഞങ്ങൾ ആ നേപ്പാളിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ അല്ലേ മുത്തേ? അതെ അതെ. നേപ്പാളിൽ ഞാൻ ഓടിക്കാലോ വണ്ടി, നിങ്ങൾ മാത്രമേ ഓടിക്കൂ. നേപ്പാളിൽ ഞാൻ ഓടിച്ചോളാം കുറെയൊക്കെ, എന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയം അച്ഛക്ക് ഓടിക്കാൻ കൊടുക്കാം. ഇല്ലില്ല. ഇതെല്ലാം കൃഷിക്കാരുടെ വീടുകളാണ്. എല്ലാ വീട്ടിലും പശുക്കൾ എരുമയും ആടും ഇവിടെയൊക്കെ തന്നെ കൃഷി സ്ഥലങ്ങളായിരിക്കും ഈ അടുത്ത് കാണുന്നതൊക്കെ. അത് ചെറിയൊരു ഗ്രാമമാണ്, കുറേ വീടുകളുണ്ട്. ഖജനി സിക്രിഗഞ്ച്, ഖജനി സിക്രിഗഞ്ചൊക്കെ ഇറങ്ങുന്ന എക്സിറ്റ് ആയത് ഇങ്ങനെ റൗണ്ടിൽ വരുന്നതാണ്. നടുക്ക് അതൊരു കുളം പോലെ വെള്ളം കെട്ടി കിടപ്പുണ്ട് ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നു ഈയിടെ മഴ പെയ്ത് കാണും ചിലപ്പോൾ. ആ മഴ പെയ്തായിരിക്കും അതാ ഇത്രയും വെള്ളം കിടക്കുന്നത്. കുളമാണ്. നമ്മുടെ 2 ഫാമിലി മെമ്പേഴ്സാണ്. वीडियो एല്ലാം കാണുന്നതാണ്. मोबाइल में देख रहा है, बहुत देखता है. थैंक यू. अभी वो आपके ऊपर जो लिखे है ना पतड़ू, मैंने देखता है वो आपका गोलपारा गुवाहाटी भी गए होंगे ना? हाँ असम गिराने वाला है. आसाम वाला है क्या? हाँ मैं सोचा गाड़ी राजस्थान का. गाड़ी राजस्थान का, हम असम का. अभी वही भी जा रहे हैं. नाम क्या? मेरा नाम सोबियल हक. सोबियल हक. हक. मेरा नाम उस्मान अली. उस्मान अली. ടാറിലോട് പോകുന്നു. ടാർ നമ്മളൊന്നും കൊണ്ടുപോയത് എന്നാള് അരുണാചൽ. അപ്പോൾ ഗോരഖ്പൂർ പൂർവാഞ്ചൽ ലിങ്ക് എക്സ്പ്രസ് വേ ഇവിടെ തീരാറായി. വഴികൾ ഇങ്ങനെ ആയിരുന്നു, എന്ത് സുഖം അല്ലേ? സൗകര്യമായിട്ട് ചുമ്മാ ഇരുന്നാൽ. കുഷിനഗർ റൈറ്റ്. അതുണ്ട്, ഇത് വലിയൊരു കമ്പനിയാണ് കേട്ടോ. അവിടെ ലോഡ് ഇറക്കാനും കയറ്റാനും ഒക്കെ വന്നേക്കുന്ന വണ്ടികളാണ് കിടന്നത്. എന്തോരം ആടാന്ന് നോക്കിയേ, താഴോട്ട് നോക്കിയേ. ചെമ്മരിയാടാ? ചെമ്മരിയാടാണോ? അല്ല അല്ലേ, ചിലപ്പോ രോമം വെട്ടിയ ചെമ്മരിയാടാണോ? രോമം വെട്ടിയാന്ന് എനിക്ക് തോന്നുന്നത്, ചെമ്മരിയാടിനെ പോലെ ഇരിക്കുന്നത്. അതെ. അപ്പം നമ്മൾ ഗോരഖ്പൂർ എത്തി. ഗോരഖ്പൂർ പോകുന്ന വണ്ടി നേരെ ചെന്നിട്ട് ടൗണിലേക്ക് പോകണ്ടേ, നമുക്ക് അങ്ങോട്ടല്ലല്ലോ പോകണ്ടേ. നമ്മളിനി ഇവിടെ നേരെ ഇവിടെ കേട്ടാ എങ്ങോട്ടാ നമുക്ക് പോകണ്ടേ? സൊനോലി ബോർഡറിലേക്ക്, ഇന്ത്യ നേപ്പാൾ ബോർഡറിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കാഠ്മണ്ഡുവിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അതെ അതെ. ഇപ്പൊ കുശിനഗർ എന്നുള്ള ബോർഡ് കണ്ടില്ലായിരുന്നു നമ്മള്? അത് ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമാണ്. അത് ബീഹാറിലാണോ? ബീഹാറിലാന്ന് തോന്നുന്നു. കോഴി ഫാം. രാവിലെ 1 ലിറ്റർ പാല് മേടിച്ചില്ലേ, ഇനി 1/2 ലിറ്റർ ഇരിക്കുക. ഓരോ ചായ വെക്കാന്നോ. ചായ കുടിച്ചിട്ട് നമ്മൾ യാത്ര തുടരാം. അതെ, അല്ലെ പാലിരുന്ന് ചീത്തയായി പോവും. പാലിന്റെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് ആദ്യം നോക്കട്ടെ. അതെ, സ്റ്റവ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് നോക്കിയിട്ട് പോവാണെങ്കിലേ. ഇതുണ്ട് ഈ പാത്രത്തിലൊക്കെ ഉണ്ടോ പാട്. ഇത് ഈ വെള്ളത്തിന്റെ. ഇവിടെ ഈ മറ്റേ ബോർവെല്ലിലെ വെള്ളമായിട്ട്. എങ്ങനെയുണ്ട്? നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. നല്ല പാലായിരുന്നു. ഈച്ചയാ ഭയങ്കര കേട്ടോ. ഈച്ച കൈ പിടിച്ചോ, താഴെ വെക്കണ്ട. ചായ അതെ, ഇഞ്ചിയൊക്കെ ഇട്ടല്ലേ? ഇഞ്ചി ഇട്ടാലേ എനിക്ക് കുടിക്കാനൊരു. ആരെങ്കിലും നിർബന്ധിച്ചോ ചായ കുടിക്കാൻ? ഇത് തന്നെ മുഴുവൻ കുടിച്ചു തീർക്കുന്ന അഴുക്ക, അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് ഓർത്താ. ഞാൻ അത്ര അങ്ങനെ കുടിക്കത്തില്ലല്ലോ. എനിക്കിത് മുഴുവൻ വേണം. ഇനിയുണ്ട് ചായ, ഒരു ഗ്ലാസ് കൂടെ ഉണ്ട്. പാലിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല. വീണ്ടും ടോൾ പ്ലാസ തെൻഡുവ, ഗോരഖ്പൂർ സിറ്റി റൈറ്റ്. സൊനോലി നേരെ. നമ്മൾ ബോർഡറിലേക്കുള്ള ബോർഡ് കാണാൻ തുടങ്ങിയിരിക്കും. അതെ, ഇവിടുന്ന് ഒരു 100 കിലോമീറ്ററേ ഉള്ളൂ സൊനോലിയിലേക്ക്, അതായത് ഇന്ത്യ നേപ്പാൾ ബോർഡറിലേക്ക്. എത്ര ഗാഡികളാണ് കിടക്കുന്നത് നോക്കിയേ. കാലുവണ്ടികൾ കിടക്കുന്നുണ്ട് അതിന്റെ ഇപ്പുറത്തോട്ട്. കാറ് വണ്ടിയും ട്രെയിലറും ആ മൊത്തം. അതെ, അതൊന്നും ഓടുന്നതല്ലെന്ന് തോന്നുന്നു, വല്ല യാടുവാന്ന് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നേ. നല്ല ഫിനാൻസ് പിടിച്ച യാട് വല്ലതും ആയിരിക്കും. ടയറൊക്കെ പഞ്ചറൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് ലക്നൗ പോകുന്ന വഴിയാ. പഴയ വഴി. നദിയുടെ തീരത്ത്. അതെന്താണെന്നാ ഞാൻ നോക്കുന്നത്. അത് കല്ല് കെട്ടി വെച്ചേക്കുന്ന കേട്ടോ, വേറെ എന്തേലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. വെള്ളമുണ്ട്. അതെ, സൊനോലി 95 കിലോമീറ്റർ, സിദ്ധാർത്ഥ് നഗർ 79, മഹാരാജ്ഗഞ്ച് 72. അപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടറെ വിളിച്ചായിരുന്നു ഇപ്പം. അവിടുത്തെ പാർട്ടി വിളിച്ചു കാഠ്മണ്ഡുവിലെ. അപ്പോൾ ഇന്ത്യയുടെ കസ്റ്റംസ് ക്ലിയർ ചെയ്യണമല്ലോ. അപ്പോൾ അത് രാവിലെ നമ്മളിപ്പോൾ ചെല്ലുകയാണ് ഒരു 8-9 മണിയാകുമ്പോൾ ചെല്ലാൻ വേണമെങ്കിൽ ബോർഡറിൽ. അപ്പോൾ ട്രാൻസ്പോർട്ടർ പറഞ്ഞു രാവിലെ ഓഫീസ് തുറക്കുന്ന സമയത്ത് അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. 10 മണിക്ക് എന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിലേ എവിടെയെങ്കിലും കുറച്ചങ്ങ് ചെന്നിട്ട് 10, 30, 40 കിലോമീറ്റർ 50 കിലോമീറ്റർ പുറകിൽ നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങാം. പിന്നെ വേണമെങ്കിൽ ചോറും കറിയൊക്കെ വെക്കുവാണെങ്കിൽ നാളെ എളുപ്പമുണ്ടല്ലോ. നാളെ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നാളെ ഇതിന് ചെക്ക് പോസ്റ്റ് നിൽക്കുന്ന സമയത്ത് പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എല്ലാം കടയുണ്ടോ എന്ന് നോക്കാം സാധനങ്ങൾ വാങ്ങാൻ. അവിടെ എന്താ മഞ്ഞാണോ അങ്ങ് കാണുന്നേ? മഞ്ഞാണോ പുകയാണോ?
എന്തോ ഒരു മോഡല് കാണുന്നുണ്ട് മഞ്ഞ് പോലെ. കോടമഞ്ഞായിരിക്കും. വലിയ ചൂടില്ല കേട്ടോ, തണുപ്പാ. ഇവർക്കൊന്ന് വീട്ടിൽ പോകാറായില്ലേ? വീട്ടിലേക്ക് പോവാ. ഇല്ല, ചെമ്മരി തന്നെയാ, ചെമ്മരിയാടാ. മുമ്പേ കണ്ടത് ഇത് തന്നെയാന്ന്. അപ്പോഴേ ഇവിടെ എങ്ങാനും ഒതുക്കി നിർത്തുകയാണെങ്കിൽ, ഇവിടെ അല്ല അപ്പുറത്തോട്ടെങ്ങനെ നിർത്തും. എന്നിട്ട് ഇനിയും കട വല്ല ഓട്ടോയും വിളിച്ച് പോകേണ്ടി വരും. ഹൈവേയുടെ സൈഡിലൊന്നും കടകളൊന്നും ഇല്ല. തമിഴ്നാട് വണ്ടി ഒരെണ്ണം ലോഡൊക്കെ ഇറക്കി കിടപ്പുണ്ട്. ഇതേ പുതിയ ബൈപ്പാസ് പണിതേ ഉള്ളൂ. അതുകൊണ്ട് വഴി നല്ല അടിപൊളി വഴിയാ, കടകളൊന്നുമില്ല, വണ്ടികളും കുറവാ. ആ, ചിക്കനൊക്കെ മേടിച്ച് അടിപൊളിയായിട്ട് കറിയൊക്കെ വെച്ച് ചോറും ഒക്കെ വെക്കാന്നോർത്തിരുന്നാ, പക്ഷെ എല്ലാം പാളിപ്പോയി. എന്തെല്ലാം സ്വപ്നങ്ങളാരും എല്ലാം മറന്നേക്കോ. നാളെ ആട്ടോ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്നാ വെച്ചാൽ ഇവിടെ എങ്ങും 2 കടയുണ്ടായിരുന്നു ഹൈവേ സൈഡിൽ, ആ 2 അടച്ചു പോയി, കിട്ടിയില്ല. അപ്പോൾ ഇത് നമ്മളൊരു പമ്പിൽ ഒതുക്കി വണ്ടി. ഇത് നൈറ്റിൽ ഇവിടെ പമ്പൊന്നുമില്ല കേട്ടോ, രാത്രി വണ്ടികൾ കുറവായോണ്ടേ രാത്രി പമ്പൊന്നുമില്ല. അപ്പൊ ഇന്നും കൂടെ നമ്മള് റേഞ്ചിൽ ഉണ്ടാവുള്ളൂ. നാളെ നമ്മള് ബോർഡറിലായിരിക്കും. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നാളെ തന്നെ നമ്മള് ബോർഡർ കടക്കും. അങ്ങനെ നാളെ തന്നെ ഒന്നും കിടക്കത്തില്ല. നാളെയും അതിലൊന്നും ഭാഗ്യമുണ്ടില്ല. അപ്പൊ പിന്നെ 2 ദിവസം വിളിച്ചാലൊന്നും കിട്ടത്തില്ല. ലോഡറൊക്കെ വരുന്നവരെ. വേറെ സിമ്മൊക്കെ എടുത്താൽ കിട്ടും. സിം എടുത്താൽ കിട്ടും. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.